ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മേസ്തിരി എന്ന കഥയുടെ 3-ാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. കുറച്ച് സമയം കഴിഞ്ഞ് അവൻ വാങ്ങിച്ചു തന്ന ഡ്രസ്സുമിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആദ്യം നിന്നത് മൂത്ത മേസ്തിരിയായിരുന്നു. അയാൾ പെട്ടെന്ന് എന്നെ ഒന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. പെട്ടെന്ന് കണ്ടതും വാ പൊളിച്ച് എന്തോ ആശ്ചര്യം കണ്ടതുപോലെ ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പിന്നെ കണ്ടത് രണ്ടാമത്തെ മേസ്തിരിയായിരുന്നു. അയാൾ കണ്ട സമയത്ത് തന്നെ, ആഹാ, ആളിപ്പോ അടിപൊളിയായല്ലോ, ഇപ്പൊ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ഭംഗിയായിട്ട് തോന്നിയത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, അല്ല മാഡം, എന്നും വരുന്ന സമയത്ത് ചിലപ്പോൾ സാരി ഉടുത്തോണ്ടല്ലേ നിൽക്കാറ്. ഇങ്ങനെ വെസ്റ്റേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടപ്പോ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ മാഡം ഞാനങ്ങനെ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലക്ഷ്യം അതൊന്നുമല്ലായിരുന്നു. ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന ആളെ അതൊന്ന് കാണിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പെട്ടെന്ന് ഞാൻ കുറച്ച് സമയം കൂടെ അങ്ങോട്ട് ഇറങ്ങി അവിടേക്ക് ചെന്നു. ശേഷം ആളൊരു ചാടയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ടതും എന്നെ ഒന്ന് നോക്കി. ഞാനും ഒന്ന് പുഞ്ചിരിച്ചു ആ നോട്ടത്തിന്. ഞാൻ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ കാണാൻ? നീ വാങ്ങിച്ചുകൊണ്ടുവന്ന ഡ്രസ്സാണ്, എങ്ങനെയുണ്ട് ഭംഗി എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ആളൊന്നും മിണ്ടിയില്ല. ആളുടെ ജോലിയിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ പിന്നെ ഒന്നും കൂടുതൽ ചോദിക്കാൻ പോയില്ല. എനിക്കെന്തോ വിഷമമായിപ്പോയി. ഞാൻ പതുക്കെ അകത്തേക്ക് കയറി വന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അടുക്കളയിലെ പരിപാലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ വാതിലിൽ ചെറിയൊരു മുട്ടൽ. അപ്പം തന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് മനസ്സിലായി അതവൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ അധികം തിരിയാനും മിടിയാനൊന്നും പോയില്ല. ഞാൻ അങ്ങനെ തന്നെ അവൻ നിന്നപ്പോലെ കുറച്ച് ചാടയിട്ട് നിന്നു. ആ, അവന് ചാടയിട്ടാണെങ്കിൽ എനിക്കെന്താ ചാടയിട്ടല്ലേ എന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതി. അങ്ങനെ കുറേ സമയം ഞങ്ങളങ്ങനെ നിന്നു. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, എടോ താനെന്താ ദേഷ്യമാണോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ മിണ്ടിയില്ല. ഞാൻ അതേപോലെ തന്നെ നിന്നു. ശേഷം അയാൾ അടുക്കളയിലേക്ക് കയറി വന്നു. അതെ, താൻ ഇട്ടുകൊണ്ട് വന്ന സമയത്ത് അവിടെ 2 ആൾക്കാരിങ്ങനെ ചെവി കുറിപ്പിച്ച് നിൽക്കുന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. അതാ ഞാൻ ഇറങ്ങാന്നേ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഡ്രസ്സിട്ട്. സാരിയെക്കാട്ടിലും എന്തുകൊണ്ടും വെസ്റ്റേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളാണ് തനിക്ക് ഇഷ്ടപ്പെടുന്നത്, തനിക്ക് ചേരുന്നത്. പെട്ടെന്ന് ആ ഒരു സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഞാൻ പുഞ്ചിരിച്ചു. ഞാൻ പുറത്തോട്ട് വന്ന സമയത്ത് ഒന്നും മിണ്ടിയില്ലല്ലോ. ഭയങ്കര ജാടയില്ലായിരുന്നോ? അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാനും മിണ്ടാഞ്ഞത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഞാനിങ്ങനെ മിണ്ടത്തില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ അവനും എന്നോടിങ്ങനെ പറഞ്ഞു, എടോ താനൊന്ന് ക്ഷമിക്ക്, ആ 2 ടീംസ് ഉണ്ടത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തേലും എവിടെങ്കിലും കണ്ടാൽ മതി. ആ സമയത്ത് തന്നെ അതുങ്ങളുടെ വായടപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്നത്. ദേ ഇപ്പം തന്നെ കണ്ടോ, ഞാൻ വെള്ളം എടുക്കാനാണെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്നിട്ട് പോരുന്നേ. അതുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളായി, പിന്നെ പണിയെടുക്കുന്നില്ലെന്നായി, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരും. തൻ എൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്ക്. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പാടില്ല. നിങ്ങൾ ചില സമയത്താണെന്നുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കത്ത് പോലുമില്ല എന്ന് ഞാൻ പരാതി പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ നാളെയും കൂടെ പണി കാണത്തുള്ളൂ. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാ ഞങ്ങൾ പോകും. പെട്ടെന്ന് എനിക്ക് നല്ല വിഷമം തോന്നി. എടോ താനങ്ങനെ പോവുകയൊന്നും വേണ്ട, ഇവിടെ എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് അങ്ങനെ നോക്ക്.
അങ്ങനെ ഇടയ്ക്കെങ്കിലും ഒരു മനസ്സിന് സന്തോഷം വരുമല്ലോ. നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സന്തോഷം വരില്ലേ എന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു. ആ, താൻ തൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകും, അപ്പം നല്ല ഹാപ്പി ആവുമല്ലോ എന്ന് അയാൾ തിരിച്ചു പറയുമ്പോൾ ഞാൻ കുശുമ്പത്തോടെ അങ്ങോട്ട് നോക്കി. പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു, എടോ, എനിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ അതാരാണെങ്കിലും എനിക്കൊരുപാട് ഇഷ്ടമാണ്. കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തന്നോട് ഇങ്ങനെ അടുത്തു പോകുന്നത്. താൻ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വായിച്ചു തന്നു. അപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം എന്തോ ഒരിഷ്ടം തോന്നി. എനിക്ക് മനസ്സിലായി. ഇത് കുറച്ച് വെള്ളം ഇങ്ങോട്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ അതുങ്ങൾ രണ്ടുപേരും നീ അത് മതി കേൾക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. ആ സമയത്ത് അയാൾ എന്നെ നോക്കി. നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നുകൂടി പറഞ്ഞിട്ട് ആള് നേരെ അപ്പുറത്തേക്ക് പോയി. ശേഷം ഞാൻ വീണ്ടും കണ്ണാടിയുടെ മുന്നിൽ പോയി. എനിക്കൊരു ഹാബിറ്റുള്ള കാര്യമായിരുന്നു ഈ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളത്. ഞാൻ അവിടെ ചെന്ന് തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം നോക്കി. ശേഷം കണ്ണാടിയുടെ മുന്നിൽ തന്നെ നോക്കി ഞാനങ്ങനെ പറഞ്ഞു, ഞാനൊരു സുന്ദരി തന്നെ എന്ന് മനസ്സിൽ വിചാരിച്ചു. ആ, എന്താ ഭംഗി എന്ന് ചുമ്മാ തമാശയോടെ ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിച്ചു. ശേഷം ഞാൻ പിന്നിലേക്ക് ഇറങ്ങി. ആരെങ്കിലും പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടത് എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള വിചാരം. ശേഷം ഞാൻ പുറത്തിറങ്ങി എല്ലാം ഒന്ന് നോക്കി. ഒന്ന് കറങ്ങി ആ മേസ്തിരിമാരുടെ അടുത്തും പണി എന്തായി എന്നുള്ള ലാഘവത്തിൽ ഒന്ന് നോക്കാൻ പോയി. അവനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആള് എന്നെ ശ്രദ്ധിക്കുന്നില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, ആ ഒരു കാര്യങ്ങളൊക്കെ. ശേഷം ഞാൻ ആ മൂത്ത മേസ്തിരി എടുത്ത് നേരെ നിന്നിട്ട് ചോദിച്ചു, ചേട്ടാ, പണിയെല്ലാം ഇന്ന് കഴിയുമോ? ചിലപ്പോൾ നാളെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി പാക്ക് ചെയ്യും. നാളെ ചിലപ്പോൾ ഉച്ചവരെ കാണത്തുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ പണിയും കാര്യങ്ങളും തീർത്തു തരാം. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ സമയം പോലെ തീർത്താൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ആ പണിയും കാര്യങ്ങളും വളരെയധികം പെട്ടെന്ന് തന്നെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ മേസ്ത്രി എന്നോട് ചോദിച്ചു, ഇവിടെ ആരുമില്ല അങ്ങനെ താമസവും കാര്യങ്ങളും, നിങ്ങൾ മാത്രമേ ഉള്ളൂ താമസവും? അങ്ങനെ ഞാൻ പറഞ്ഞു, അതെ, ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല. ഇവിടെ ചെറിയൊരു വീടുണ്ട്, ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ താമസമൊക്കെ. ഇവിടുത്തെ മുകളിലത്തെ നില ഫ്രീ ആയിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തൂടെ? അതാകുമ്പോൾ നിങ്ങൾക്കൊരു വരുമാനമാകുമല്ലോ. അങ്ങനെ പറയുമ്പം അങ്ങനെ വാടകയ്ക്കൊന്നും നല്ല ആൾക്കാരെ കിട്ടാനില്ല ചേട്ടാ. ചില സമയത്ത് അങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ വരാറില്ല. പെട്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു, ഇവന് വാടകയ്ക്ക് എന്തോ താമസിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എവിടെയെങ്കിലും ഒരു വീട്. അപ്പോൾ ഇവന് അത് സെറ്റാക്കി കൊടുത്തൂടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ അവനെ നോക്കി, ചേട്ടാ, ഇവനത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇവനൊരു വാടകയ്ക്ക് വീട് നോക്കുന്നുണ്ടോ മാഡം? നിങ്ങളുടെ വീട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവനൊന്ന് ശരിയാക്കി കൊടുത്തരേ. പെട്ടെന്ന് ഞാൻ ഒന്നും ആദ്യം പറഞ്ഞില്ല. ശേഷം ഞാൻ അയാളോട് പറഞ്ഞു, ഏതായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ചേട്ടാ, എന്നിട്ട് അത് സൗകര്യം പോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാനൊന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറയാം എന്ന് മറുപടി പറയുമ്പോൾ അയാളും എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാനും ആ സമയത്ത് അവനെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഈ കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.